പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 11-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 113-ാം സങ്കീർത്തനം 3-ാം വാക്യം. സാംസ് 113 വേഴ്സ് 3 നാം ഇപ്രകാരം വായിക്കുന്നു: സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. 111-ാം സങ്കീർത്തനം മുതൽ 114-ാം സങ്കീർത്തനം വരെ യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള വാക്കോടുകൂടി മറ്റ് യാതൊരു തലക്കെട്ടും കൂടാതെ ആരംഭിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറയുകയാണ്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അതെ, അതിനെ നമുക്ക് ഇങ്ങനെ വിവക്ഷിക്കാം. ഒരു വ്യക്തി ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ അഥവാ ഉറങ്ങാനായിട്ട് പോകുന്നിടം വരെ നമ്മിൽ കൂടെ ദൈവനാമം സ്തുതിക്കപ്പെടണം. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മൈന്യൂട്ട് സെക്കൻഡും ദൈവനാമം സ്തുതിക്കപ്പെടുന്ന മഹത്വപ്പെടുന്ന വിധത്തിൽ ആയിരിക്കണം ജീവിക്കേണ്ടത്. പ്രിയ ദൈവമക്കളെ, ഓരോ ദിനവും നാം ഉണരുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു, ഉറങ്ങുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നമുക്ക് ആരോഗ്യം നൽകി, ബലം നൽകി, വേണ്ട എല്ലാ റിസോഴ്സസും നൽകി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഉറക്കമുണർന്ന് കട്ടിലിൽ പ്രാർത്ഥിക്കുവാൻ എഴുന്നേറ്റിരിക്കണമെങ്കിൽ അതിനൊരു ദൈവകൃപ വേണം. രാവിലെ എഴുന്നേറ്റ് 2 കാലിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുതലും കൃപയും വേണം. കാരണം നമ്മൾ അത്രമാത്രം പ്രതികൂലമുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നാം ഓർക്കണം. നമ്മിൽ പലരും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ, എന്തൊക്കെ രോഗാണുക്കളെയും പേറിയാണ് ജീവിക്കുന്നതെന്ന് അറിയുന്നില്ല. ആരോഗ്യവും കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നതും കാര്യമാക്കുന്നതുമില്ല. ഒരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും വരുമ്പോഴാണ് വൈകി അറിയുന്ന ചില രോഗങ്ങൾ, പ്രയാസങ്ങൾ നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആർക്കും ഒന്നിനെ ചൊല്ലിയും പുകഴുവാനോ പ്രശംസിക്കാനോ ഇല്ല എന്ന് സാരം. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഒരു വിധത്തിലും പ്രശംസിക്കുവാൻ വഴിയില്ല. കാരണം എത്ര വലിയ ശക്തനാണെങ്കിലും എത്ര ഉറച്ചു നിൽക്കുന്നവനാണെങ്കിലും ഒരു ശ്വാസമത്രേ ആകുന്നു. നാം അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ കഴിയുന്നില്ല എങ്കിൽ പ്രഗത്ഭനും പ്രതിഭാശാലിയും വീരശൂരപരാക്രമിയുമായ ഏത് മനുഷ്യനും ശവമായി മാറുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാനും നിങ്ങളും ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ രാവിലെ ഒന്ന് തിരിച്ചു ചിന്തിച്ചാട്ട്, കഴിഞ്ഞ പകൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയായിരുന്നോ, പിറുപിറുക്കുകയായിരുന്നോ, പരിതപിക്കുകയായിരുന്നോ, സങ്കടപ്പെടുകയായിരുന്നോ? ശരിയാണ്, നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ സ്വപ്നം കണ്ടതും നമ്മൾ പ്രാർത്ഥിച്ചതും കാത്തിരുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ
നമുക്ക് ലഭ്യമായിട്ടുണ്ടാവുകയില്ല. പക്ഷേ അർഹിക്കാത്ത എത്ര നന്മകൾ കഴിഞ്ഞ പകൽ നാം അനുഭവിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നില്ലേ? ഒരു ദിവസം നാം ശ്വസിക്കുന്ന ഈ വായുവിന്റെ വില എത്രയെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആയുസ്സിന്റെ ഈ നിമിഷം വരെ ദൈവം നമുക്ക് എല്ലാം വെറുതെ നൽകിയില്ലേ? ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ പറ്റും. അതുകൊണ്ട് സങ്കടപ്പെടാനും പിറുപിറുക്കാനും വിഷമിക്കാനും ഒക്കെ തുടങ്ങുന്നതിന് മുൻപേ ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് കഴിയണം, സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഉദയം മുതൽ അസ്തമയം വരെ ദൈവത്തിന് നാമം സ്തുതിക്കപ്പെടണം. ഇതെങ്ങനെയാണ് സ്തുതിക്കപ്പെടേണ്ടത്? എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ശുശ്രൂഷ കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് എന്നെ കാണുന്നവർ ദൈവത്തെ കാണണം. ഞാനുമായി ബന്ധപ്പെടുന്നവർ ദൈവസ്നേഹം രുചിച്ചറിയണം. അപ്പോൾ നാം അറിയാതെ അവരും ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീരും. വിഷമത്താൽ, രോഗത്താൽ, ദുഃഖത്താൽ ഭാരപ്പെടുന്ന ദൈവമക്കൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടാവാം. എന്നോട് ചോദിച്ചേക്കാം, പ്രിയ ബ്രദറെ, എങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സാധിക്കും? നേരം വെളുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു കിടക്കുന്ന ചിലർ ഉണ്ടാവും. കാരണം അവർ കടന്നു പോകുന്ന അവസ്ഥ അത്ര വേദനാജനകമായിരിക്കാം. എന്നാൽ സഹോദരങ്ങളെ, ഈ പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യേ തമ്പുരാൻ നമ്മെ നടത്തുന്നില്ലേ, പരിപാലിക്കുന്നില്ലേ, കരുതുന്നില്ലേ? നാം വീണുപോയെന്ന് നാം തന്നെ പലപ്പോഴും ചിന്തിച്ചു. നമ്മെ നോക്കി അനേകർ അടക്കം പറഞ്ഞു, ഒതുക്കം പറഞ്ഞു, കഴിഞ്ഞു. ആ കുടുംബം ഇതോടെ നാമാവശേഷമായി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ തമ്പുരാൻ നമ്മെ എത്ര അതിശയകരമായി നടത്തി. അതുകൊണ്ട് ഈ പ്രഭാതം സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്തോത്രം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം, സകലരും നന്ദി കരേറ്റുവാൻ നാം പഠിക്കണം, ശീലിക്കണം. അങ്ങനെ നന്ദിയുള്ള ഒരു ജീവിതം എപ്പോഴും നമ്മിൽ നിന്നും ഉയരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ അങ്ങനെ സ്തോത്രത്തിന്റെയും നന്ദിയുടെയും സന്തോഷത്തിന്റെയും ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ അങ്ങയുടെ നാമം സ്തുതിക്കപ്പെടത്തക്കവണ്ണം ജീവിപ്പാൻ ഇന്ന് പകൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. പലപ്പോഴും പിറുപിറുത്തു പോയ, ചോദ്യം ചെയ്തു പോയ, അവിശ്വസിച്ചു പോയ ഞങ്ങളുടെ കുറവിനെ ക്ഷമിക്കണമേ. അർഹതയില്ലാതെ അങ്ങയിൽ നിന്നും ലഭിക്കപ്പെട്ട എല്ലാ നന്മകൾക്കും എപ്പോഴും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കണം. സ്വർഗീയ കൃപകളാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും, ഓരോ നിമിഷവും എല്ലാറ്റിനും നന്ദിയുള്ളവരായി, സ്തോത്രം ചെയ്യുന്നവരായി തീരുവാൻ ഇടയാവട്ടെ. നമുക്ക് ലഭിക്കുന്ന സകലത്തിനും തമ്പുരാന് സ്തുതി കരേറ്റാം. നമ്മിൽ കൂടെ അനേകർ കർത്താവിനെ കാണുവാൻ, കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ വരുവാൻ തന്മൂലം ഇടയാകട്ടെ. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നന്ദിയുടെയും സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ജീവിതത്തിന്റെ ഉടമകളായി തമ്പുരാൻ നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.